വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. പക്ഷേ എണീക്കുമ്പോൾ തന്നെ 12 കാലമായി. എണീക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. രാത്രി ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് 7 മണിയായപ്പോൾ റൂമിലെത്തി ചുമ്മാ ഒരു 10 മിനിറ്റ് ഒന്ന് കിടക്കാമെന്ന് വെച്ച് കിടന്നതായിരുന്നു. പക്ഷേ അതങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ 12 കാലമായപ്പോഴും എണീറ്റ്. അതായത് ആമിക്കുട്ടി ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ഫ്രൈഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ലഞ്ചൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഫാസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കി ആമി എത്തി, ആമിക്ക് ലഞ്ച് കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എളുപ്പത്തിൽ എന്താ ചെയ്യാൻ പറ്റുക നോക്കുമ്പോൾ വേഗം ചോറുണ്ടാക്കി, അത് പിന്നെ ഈസി ആണല്ലോ. പിന്നെ കുറച്ച് മുതിരക്കറിയും വെച്ചു. പിന്നെ ഓൾറെഡി ഞാൻ തലേ ദിവസം തന്നെ മത്തിയൊക്കെ മുളക് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് ഫ്രൈ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ ലഞ്ച് അങ്ങനെ ഞാൻ സെറ്റാക്കി എടുത്തു. പിന്നെ മുതിര ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് മുതിരക്കറിയും പിന്നെ എന്താ പറയുക മത്തി ഫ്രൈ ചെയ്തതും ഇഷ്ടമായതുകൊണ്ട് അത് രണ്ടും വെച്ചിട്ട് അങ്ങ് ഉച്ചക്കത്തെ ഊണ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ എന്തായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളതൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ ആമിക്കുട്ടീനെ ഉറക്കാൻ കിടത്തി. അപ്പോൾ ഞാനും ഉറങ്ങിപ്പോയി. പിന്നെ ഞങ്ങൾ എണീറ്റത് 6 മണിയായപ്പോഴാണ് കേട്ടോ. അപ്പോൾ 6 മണിക്ക് എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോസ് എടുക്കണതൊക്കെ അങ്ങ് കയ്യിൽ നിന്ന് പോയി. കാരണം വെച്ചാൽ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതുണ്ടായിരുന്നു. കാരണം ബാക്കി എല്ലാ ദിവസവും നൈറ്റ് ഡ്യൂട്ടി അല്ലേ. അപ്പോൾ ഒരു ദിവസം ഓഫ് കിട്ടുന്നത് അത് എത്ര ഉറങ്ങിയാലും മതിയാവില്ല. പക്ഷെ എന്നാൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാവും, പക്ഷെ ഒന്നും നടക്കില്ല. പിന്നെ ഉറങ്ങി എണീറ്റപ്പോൾ ആമിക്കുട്ടിക്ക് നല്ല വിശപ്പ്. അപ്പോൾ അവൾക്ക് ഞാൻ ക്യാബേജ് കൊണ്ടൊരു സ്നാക്സ് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ ആമിക്ക് ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ അവൾ പറഞ്ഞു പുറത്തേക്ക് പോകണം. ആകെ എനിക്ക് ഫ്രൈഡേ ഓഫ് കിട്ടുമ്പോഴാണ്, അല്ലാത്തപ്പോഴും പോവും, പക്ഷേ നൈറ്റ് ഇങ്ങനെ പോകാൻ പറ്റുന്നത് അപ്പോഴാണ്. അപ്പോൾ അവൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ഷോപ്പിങ്ങിന് 1-2 സാധനം അവൾക്ക് വാങ്ങാനുണ്ടായിരുന്നു. പക്ഷേ വാങ്ങി വന്നപ്പോൾ 1-2 എന്നുള്ളതൊക്കെ മാറി 10-12 ആയി കേട്ടോ. അപ്പോൾ അത് പിന്നെ സ്വാഭാവികം, പറഞ്ഞിട്ടേ കാര്യമില്ല. പിന്നെ അത് കഴിഞ്ഞ് അവൾക്ക് 1 മണിയായപ്പോൾ റൂമിലെത്തിയപ്പോൾ അവൾക്ക് KFC കഴിക്കണം പറഞ്ഞു. വീണ്ടും KFC എടുത്തില്ല, ചിക്കൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി അവിടെ ഓർഡർ ചെയ്ത് കിട്ടാൻ തന്നെ അരമണിക്കൂർ എടുത്തു. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കും. ഒരു റീൽസ് കണ്ടു, ലുലു മോളിൽ മിഡ്നൈറ്റ് ഓഫർ ഉണ്ട്. പിന്നെ അവിടെയും പോയി. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. കൂടുതലും മലയാളീസായിരുന്നു. ഏത് കൗണ്ടറിൽ ചെന്നാലും ക്യൂ ആണ്. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു 4-4:15 അവിടെ നിന്ന് ഇറങ്ങിയതും നമുക്ക് ടാക്സി കിട്ടി കേട്ടോ. കാരണം ഇവിടെ ഇങ്ങനെ സെയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ പുറത്ത് ടാക്സിക്കാരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അതിന് മാത്രം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 4:30 ആയപ്പോഴത്തേനും ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസ്. അത് ഞാൻ പിന്നെ വീഡിയോ ഇടാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.